എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഡിപ്രഷനുള്ള ആളുകൾ സാധാരണഗതിയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. ഡിപ്രഷൻ, അതായത് നമ്മൾ പറയുന്ന ക്ലിനിക്കൽ ഡിപ്രഷൻ, അതല്ലെങ്കിൽ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ആളുകളെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കണം എന്നുള്ളതിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇതിൽ അവർക്ക് അവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. അവർ ഇഷ്ടപ്പെടുന്നത് എന്താണ്? അതായത് ക്ലിനിക്കൽ ഡിപ്രഷനുള്ള, മേജർ ഡിപ്രഷൻ, ഡിപ്രസീവ് ഡിസോർഡർ ഉള്ളവർ, അതേപോലെ ബൈപോളർ, യൂണിപോളർ ഡിപ്രഷൻ, ബൈപോളർ ഡിസോർഡർ, ഇവയെല്ലാം ഉള്ളവർ സാധാരണഗതിയിൽ ഇഷ്ടപ്പെടുന്ന, അവരുടെ ഡിപ്രഷൻ്റെ ഭാഗമായി അവരിഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്, അവരിഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. മാനസികാരോഗ്യ വിഷയങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിച്ചാൽ എന്നാലാവുന്ന രീതിയിൽ ഞാൻ മറുപടി പറയാം. ഡിപ്രഷനുള്ള ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഒറ്റയ്ക്കിരിക്കുവാനാണ്, തനിച്ചിരിക്കുവാനാണ്. അവർക്ക് ലോൺലിനെസ് വളരെയധികം ഇഷ്ടമാണ്. രണ്ടാമതായി, അവർ മറ്റുള്ളവരോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ എനിക്ക് യോജിച്ച ആളല്ല, നിങ്ങൾ എന്നോട് ശരിക്കും പെരുമാറുന്നില്ല, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ അവർക്കത് പറയുവാൻ വളരെയധികം ഇഷ്ടമാണ്. മൂന്നാമതായി, അവർ ആളുകളെ അവരുടെ അടുക്കൽ നിന്നും മാറ്റിക്കൊണ്ടേയിരിക്കും. അവരുടെ അടുത്തേക്ക് ആളുകൾ വരുന്നത് അവർക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്. അവരുടെ അടുത്ത് വരുന്ന ആളുകളെ തള്ളി മാറ്റുന്നത് അവർക്ക് ഇഷ്ടമാണ്. ധാരാളം ഉറങ്ങുന്നത് അവർക്ക് അങ്ങേയറ്റം ഇഷ്ടമാണ്. അഞ്ചാമത്, അവരുടെ നെഗറ്റീവ് ചിന്തകൾ മറ്റുള്ളവരിലേക്ക് തള്ളിക്കൊടുക്കുന്ന, മറ്റുള്ളവരിലേക്ക് വീണ്ടും വീണ്ടും പറയുന്നത് അവർക്ക് വളരെയധികം ഇഷ്ടമാണ്. ആറാമതായി, എന്തെങ്കിലും പോസിറ്റീവ്സ് ഉണ്ടെങ്കിൽ തന്നെ, എന്തെങ്കിലും നല്ല വശങ്ങൾ ഉള്ളെങ്കിൽ തന്നെ അതിൽ ഒരു സംശയ ദൃഷ്ടിയോടുകൂടി അതിനെ വീക്ഷിക്കുന്നത്, അതിൻ്റെ മുകളിൽ ഒരു നിഴൽ വീഴ്ത്തുന്നത്, അവർക്കത് മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുന്നത് അവർക്ക് വളരെയധികം ഇഷ്ടമാണ്. ഇനി അവർക്ക് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഒന്നാമത്, അവർ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്ന് സംസാരിക്കുവാനോ അവരെ തുറന്നു കാണിക്കുവാനോ മറ്റുള്ളവരുടെ മുമ്പിൽ പോകുവാനോ അവർ താല്പര്യപ്പെടുന്നില്ല. അവർക്കത് ഇഷ്ടമല്ല. ആളുകൾ അവരോട് വളരെ സൗമ്യതയോടുകൂടി നല്ല രീതിയിൽ പെരുമാറുന്നത് അവർക്കിഷ്ടമല്ല. പുറത്തേക്ക് പോകുന്നതും മറ്റുള്ളവരുമായി ഇടപഴകുന്നതും അവർക്കിഷ്ടമല്ല. അവർക്ക് വേണ്ടി, അതായത് ഡിപ്രഷനുള്ള ആളുകളെ സഹായിക്കുവാൻ വേണ്ടി സൈക്യാട്രിസ്റ്റിനോടോ സൈക്കോളജിസ്റ്റിനോടോ വേറൊരാൾ പോയി അഭ്യർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പോയി കാണണം എന്ന് ഇവരോട് പറയുന്നത് അവർക്കിഷ്ടമല്ല. ഡിപ്രഷനുള്ളവർക്ക് ഇഷ്ടമല്ല. അതേപോലെ തന്നെ അവരുടെ ഈ അവസ്ഥയിൽ നിന്നും അവരെ മോചിപ്പിക്കണം എന്ന് മറ്റൊരാൾ അല്ലെങ്കിൽ കൂടെയുള്ളവർ ആഗ്രഹിക്കുന്നതും അവർക്കിഷ്ടമല്ല. മറ്റുള്ളവരോട് അവർ സഹതപിക്കാറില്ല. മറ്റുള്ളവരോട് അവർ സിമ്പതിയോ എമ്പതിയോ കാണിക്കാറില്ല. മറ്റുള്ളവരോട് സഹതപിക്കുകയോ സിമ്പതിയോ എമ്പതിയോ അവർ കാണിക്കുന്നതോ അവർക്കിഷ്ടമല്ല. മറ്റുള്ളവർക്ക് എന്തെങ്കിലും നല്ലത് സംഭവിക്കണം എന്ന് ആഗ്രഹിക്കാത്തവരാണ് ഡിപ്രഷനുള്ളവർ. മറ്റുള്ളവർക്ക് എന്തെങ്കിലും നല്ലത് സംഭവിച്ചാൽ അത് ഇഷ്ടമല്ലാത്തവരാണ് സാധാരണഗതിയിൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾ. ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ലൈക്സും ഡിസ്ലൈക്സും, ഇഷ്ടവും ഇഷ്ടമല്ലായ്മയുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞത്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ആ വ്യക്തിക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഏകദേശമൊക്കെ അനുമാനിക്കാം. ഡിപ്രഷൻ സാധാരണ നമ്മൾ സംസാരിക്കുന്ന വീട്ടിലെ ഡിപ്രഷൻ അല്ല. ക്ലിനിക്കൽ ഡിപ്രഷൻ, ഡിപ്രസീവ് ഡിസോർഡർ, മേജർ ഡിപ്രസീവ് ഡിസോർഡർ പോലെയുള്ളവ, അതേപോലെ തന്നെ ബൈപോളർ ഡിസോർഡർ പോലെയുള്ളവ, അങ്ങനെയുള്ളവയാണ് ഞാൻ ഇവിടെ ഡിപ്രഷൻ എന്നുള്ള ഭാഷയിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞത്. ഡിപ്രഷനുള്ളവർ എൻ്റെ അഭിപ്രായത്തിൽ 100% മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വിധേയരാകേണ്ടതാണ്, മരുന്ന് കഴിക്കേണ്ടതാണ്, കൂടെ തന്നെ തെറാപ്പിയും ചെയ്യേണ്ടതാണ്.